ശ്രീമാത്രേ നമ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ലളിതാ സഹസ്രനാമം ചൊല്ലാൻ പഠിക്കുന്ന ഏതൊരാളും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് സംസ്കൃത അക്ഷരങ്ങൾ എങ്ങനെയാണ് ശരിയായി ഉച്ചരിക്കേണ്ട വിധം. കാരണം എല്ലാ സ്തോത്രങ്ങളും സ്തുതികളും വേദങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുക്കളും മന്ത്രങ്ങളും എല്ലാം രചിക്കപ്പെട്ടിട്ടുള്ളത് സംസ്കൃത ഭാഷയിലാണ്. അതുകൊണ്ട് തന്നെ സംസ്കൃത ഭാഷ അറിയപ്പെടുന്നത് ദേവഭാഷ എന്നാണ്. പിന്നെ ഇതുകൂടാതെ ലളിതാ സഹസ്രനാമ സ്തോത്രം പഠിക്കാൻ ശ്രമിക്കുന്ന ഏതൊരാൾക്കും ഉണ്ടാവുന്ന ചില സംശയങ്ങളാണ് വിസർഗം. പിന്നെ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൽ ഉടനീളം കാണാം ഒരു എഫ് പോലുള്ളൊരു ചിഹ്നം. ചില നാമമന്ത്രങ്ങളിൽ അത് 2 പ്രാവശ്യം ആവർത്തിച്ചു വരുന്നതായി കാണാം. അപ്പോൾ അതെന്തിനാണ്? അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സംശയങ്ങളും തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രം എന്നത് മാലാമന്ത്രമാണ്. അമ്മയുടെ ശരീരം തന്നെയാണ് ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രം. കാരണം മന്ത്രങ്ങൾ തന്നെയാണ് ദേവത ആയതുകൊണ്ട് ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലുടനീളം ചില ബീജാക്ഷരങ്ങൾ അത് രചിച്ച വശിന്യാദി വാഗ്ദേവതമാർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ ഗുരുക്കന്മാരും ആചാര്യന്മാരും ആവർത്തിച്ച് നമ്മോട് പറയുന്നു, നമ്മളെ അലേർട്ട് ചെയ്യിപ്പിക്കുന്നു. കാരണം അത്രയും പവിത്രമായ ഒന്നാണ് ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രം. അപ്പൊ ഈ ബീജാക്ഷരങ്ങൾ ഈ ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് ജപിക്കുന്ന സാധകന്, ഭക്തന് അല്ലെങ്കിൽ ഉപാസകന് സാക്ഷാൽ ശ്രീവിദ്യാ മന്ത്രമായ മഹാഷോഡശി മന്ത്രം ജപിച്ച ഫലം ലഭിക്കുന്നു എന്നാണ് ആചാര്യമതം. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കുന്ന ഓരോ അക്ഷരങ്ങളും വളരെ ശ്രദ്ധയോടും ഭക്തിയോടും ഭാവത്തോടും കൂടി ആയിരിക്കണം, വൃത്തിയോടും കൂടി ആയിരിക്കണം. വൃത്തി എന്നുദ്ദേശിച്ചത് അക്ഷര സ്ഫുടതയെയാണ്. അപ്പോൾ സംസ്കൃത അക്ഷരമാലയെ കുറിച്ചിട്ട് ഞാൻ ആദ്യം പറയാം. മലയാള അക്ഷരമാല 56 എണ്ണമാണെങ്കിൽ, മലയാള അക്ഷരങ്ങൾ 56 എണ്ണമാണെങ്കിൽ സംസ്കൃതത്തിൽ അത് 51. അപ്പോൾ പഠിക്കാനുള്ള എളുപ്പത്തിനായിട്ട് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത് സംസ്കൃത അക്ഷരമാല മലയാളത്തിലാണ്. പിന്നെ ഈ വീഡിയോയുടെ അവസാനം സംസ്കൃത ലിപിയിൽ തന്നെ അത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംസ്കൃത അക്ഷരമാലയിലെ സ്വരാക്ഷരങ്ങൾ അത് 16 എണ്ണമാണ്. അത് നമുക്ക് നോക്കാം, അതെങ്ങനെയാണ് ശരിയായി ഉച്ചരിക്കേണ്ടത് എന്ന്. ആ, ആ, ഈ, ഈ, ഉ, ഊ, ഋ, ഋ, ല്, ല്, ഏ, ഐ, ഓ, ഔ, അം, അ. ഈ അവസാനത്തെ അ കഴിഞ്ഞിട്ട് 2 കുത്ത് കാണാം, അതാണ് വിസർഗം. ഇപ്പം ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു വിസർഗം എന്താണെന്ന്. പല ആളുകൾക്കുണ്ടായിരുന്ന സംശയമാണ്. വിസർഗം എന്നത് ഒരു സംസ്കൃത വിഭക്തി നിയമമാണ്. അപ്പോൾ ഞാനതിനെ കുറിച്ചിട്ട് ഗുരുനാഥനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വിശേഷമായ സർഗത്തിന് വിസർഗ ശബ്ദം കാരണമാവും എന്നാണ്. പൊതുവെ വിസർഗം 2 തരത്തിൽ കേരളത്തിൽ ഉച്ചരിച്ച് കണ്ടിട്ടുണ്ട്. ഒന്ന്, ഞാനൊരു ഉദാഹരണം പറയാം അതിനായിട്ട്. ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ മഹാലാവണ്യ ശേവധി എന്നുള്ള മന്ത്രം തന്നെ അതൊരു ഉദാഹരണമായിട്ട് എടുക്കാം. ശേവധി എന്ന് കഴിഞ്ഞിട്ട് 2 കുത്ത് കാണാം. ഒന്നുകിൽ ഞാൻ ഉച്ചരിച്ചതുപോലെ മഹാലാവണ്യ ശേവധി, അതൊരു വിസർഗം എന്നാൽ ഒരു വിടലായിട്ട് ഉച്ചരിക്കാം.
അതല്ലാതെ മഹാലാവണ്യശേവധിഹി അങ്ങനെയും ഉച്ചരിക്കാം. ലാസ്റ്റ് ഏറ്റവും അവസാനം ഹ ചേർത്തുകൊണ്ട് ഹി അല്ലെങ്കിൽ ഹ ചേർത്തുകൊണ്ട് ഉച്ചരിക്കാം. പക്ഷേ ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് ഞാൻ നേരത്തെ ചൊല്ലിയതുപോലെ മഹാലാവണ്യശേവധി ആ വിടൽ അങ്ങനെയുള്ള വിസർഗത്തിനാണ്. അങ്ങനെയുള്ള വിസർഗം ഉച്ചരിക്കുന്നത് മൂലം നമ്മുടെ മൂലാധാര ചക്രം ആക്ടിവേറ്റ് ആവും എന്നാണ് ഗുരുനാഥൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അങ്ങനെ ഉച്ചരിക്കുമ്പോഴുള്ളൊരു മന്ത്രസ്പന്ദനം അത് വേറെ തന്നെയാണ്. നിങ്ങളിത് ജപിച്ചു പോകുമ്പോൾ അത് മനസ്സിലാവും, അതിൻ്റെ ഒരു ശക്തി മനസ്സിലാവും. പിന്നുള്ളത് അനുസ്വാരം. അനുസ്വാര ശബ്ദം പല മന്ത്രങ്ങളിലും നമ്മളത് ചേർത്ത് ഇനി മുന്നോട്ട് വരുന്ന ക്ലാസ്സുകളിൽ അത് കാണാം. സംയുത എന്നുള്ള മന്ത്രം പല സ്ഥലങ്ങളിലും കാണാം. ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൽ സംയുത. അപ്പോൾ അത് ശരിക്കും സംയുത എന്നാണ് ഉച്ചരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് മൂക്ക് ചേർത്ത് കൊണ്ട് ഉച്ചരിക്കേണ്ട മന്ത്രങ്ങളാണത്. സംയുത. അത് ഞാൻ ഇനി വരുമ്പോൾ പറയാം. ഇനി നമ്മളതിലേക്ക് ക്ലാസ്സിലേക്ക് വരുമ്പോൾ പറയാം. അപ്പം ഇതാണ് സംസ്കൃത സ്വരാക്ഷരങ്ങൾ. ഇനി വ്യഞ്ജനാക്ഷരങ്ങൾ. ഇത് വളരെ ശ്രദ്ധിക്കണം. മലയാളത്തിലുള്ളത് പോലെ തന്നെയാണ്. ആദ്യം കവർഗത്തെക്കുറിച്ച് പറയാം. ക തൊട്ട് തുടങ്ങുന്ന അക്ഷരങ്ങൾ. ഈ കവർഗങ്ങളെല്ലാം നാവിൻ്റെ കടഭാഗം, അതായത് നമ്മുടെ നാവ് അവസാനിച്ച് തൊണ്ടയുടെ ആദ്യ ഭാഗം കൊണ്ട് ഉച്ചരിക്കേണ്ട ശബ്ദങ്ങളാണ് അല്ലെങ്കിൽ അക്ഷരങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കവർഗങ്ങളെ പറയുന്നത് കണ്ഠ്യശബ്ദങ്ങൾ എന്നാണ്. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് ഗട്ടറൽസ്. ക, ഖ, ഗ, ഘ, ങ. ഇതാണ് കവർഗം. രണ്ടാമത്തേതാണ് ചവർഗം. അത് നാവ് നമ്മുടെ താലവ്യം എന്നാൽ നാവിന് നേരെ മുകൾ ഭാഗത്ത് നാവ് അമർത്തി വെച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതായതിനാൽ ഇതിന് താലവ്യ ശബ്ദങ്ങൾ എന്നാണ് പറയുക. ഇംഗ്ലീഷിൽ അതിൻ്റെ പേര് പലാറ്റൽസ്. ച, ഛ, ജ, ഡ, ഞ. അതാണ് ചവർഗം. ഇനി മൂന്നാമത്തേതാണ് ടവർഗം. നാവ് മുകളിലേക്ക് വളച്ചുകൊണ്ട് നാവിൻ്റെ ടിപ്പ് നമ്മുടെ താലവ്യത്തിൽ തൊട്ടുകൊണ്ട് ഉച്ചരിക്കേണ്ടതായതിനാൽ ഈ അക്ഷരങ്ങൾക്ക് പറയുന്ന പേരാണ് മൂർധന്യാക്ഷരങ്ങൾ അല്ലെങ്കിൽ സെറിബ്രൽസ്. ട, ഠ, ഡ, ഢ, ണ. നാലാമത്തേതാണ് തവർഗം. ഇത് പല്ല് ചേർത്ത് ഉച്ചരിക്കേണ്ട ശബ്ദങ്ങളായതിനാൽ ഇതിന് ദന്ത്യങ്ങൾ അല്ലെങ്കിൽ ഡെൻഡൽസ്, ദന്ത്യശബ്ദങ്ങൾ എന്നാണ് പറയുക. ത, ഥ, ദ, ധ, ന അല്ലെങ്കിൽ ന. ഇനി അഞ്ചാമത്തേതാണ് പവർഗങ്ങൾ. ചുണ്ടുകൾ കൂട്ടി ഉച്ചരിക്കേണ്ടതായതിനാൽ ഇതിന് ഓഷ്ഠ്യ ശബ്ദങ്ങൾ എന്നാണ് പറയുക അല്ലെങ്കിൽ ലേബിയൽസ്. പ, ഫ, ബ, ഭ, മ. ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിന് കൂടെ തന്നെ ചേർക്കുകയാണ്. മലയാള അക്ഷരമാലയിലും സംസ്കൃത അക്ഷരമാലയിലും ഫ എന്നൊരക്ഷരമില്ല. ഇതിവിടെ പ, ഫയാണ്. ചുണ്ട് ചേർത്ത് വെച്ചുകൊണ്ട് വായു പുറത്തേക്ക് ശക്തിയായി വിടുമ്പോൾ കിട്ടുന്ന ആ ഒരു അക്ഷരമാണ് ഫ. അപ്പോൾ ഫ എന്നൊരിക്കലും ചൊല്ലാൻ പാടില്ല. അത് ഞാനിവിടെ ചേർക്കുകയാണ്. പിന്നുള്ളത് സെമി വവ്വൽസ്, അർദ്ധസ്വരാക്ഷരങ്ങളാണ്. യ, ര, ല, വ. പിന്നുള്ളത് ശീൽക്കാര ശബ്ദങ്ങളാണ്. ഷ, ഷ, സ. സിബിലൻസ് എന്നാണ് അതിന് പേര്. പിന്നെ ആസ്പിറേറ്റ്, അതായത് ഘോഷശബ്ദം. നമ്മുടെ ഒരുപാട് സ്ട്രെസ് ചെയ്തുകൊണ്ട് ഉച്ചരിക്കേണ്ട ശബ്ദം ഹ.
അത് ഹ എന്നത് ഘോഷശബ്ദം. പിന്നെ ള, ക്ഷ. ഇതാണ് സംസ്കൃത അക്ഷരമാലയുടെ ഒരു സ്ട്രക്ചർ. ഇതിൽ കവർഗം മുതൽ പവർഗം വരെ ഒന്നാമത്തെ അക്ഷരമായ ക, മൂന്നാമത്തെ അക്ഷരമായ ഗ, അഞ്ചാമത്തെ അക്ഷരമായ ങ. ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കാനായിട്ട് വളരെ ചെറിയ തരത്തിലുള്ള സ്ട്രെസ് ഉപയോഗിച്ചിട്ടാണ് ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അക്ഷരങ്ങൾ അറിയപ്പെടുന്നത് അല്പപ്രാണൻ എന്നാണ്. ഉച്ചരിക്കേണ്ട രീതിയെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അത് കവർഗമായിക്കോട്ടെ, ചവർഗമായിക്കോട്ടെ, ടവർഗമായിക്കോട്ടെ, തവർഗമായിക്കോട്ടെ, പവർഗമായിക്കോട്ടെ. ഈ കവർഗം മുതൽ പവർഗം വരെയുള്ള ഒന്നാമത്തെയും മൂന്നാമത്തെയും അഞ്ചാമത്തെയും അക്ഷരങ്ങൾ അല്പപ്രാണൻ ഉപയോഗിച്ചുകൊണ്ടും രണ്ടാമത്തെയും നാലാമത്തേതുമായ അക്ഷരങ്ങൾ, ആ അക്ഷരങ്ങൾ ഉച്ചരിക്കാനായിട്ട് നമുക്ക് സ്ട്രെസ് കൂടുതൽ കൊടുത്തുകൊണ്ടാണ് അത് ഉച്ചരിക്കേണ്ടത്. ആയതിനാൽ ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ട രീതിയെ മഹാപ്രാണൻ എന്നാണ് പറയുക. അല്ലെങ്കിൽ നമ്മൾ പറയും ഘോഷശബ്ദം. ഉദാഹരണത്തിന് കവർഗത്തിലെ രണ്ടാമത്തെ അക്ഷരമായ ഖ, നാലാമത്തെ അക്ഷരം ഘ. ചവർഗത്തിലാണെങ്കിൽ ഛ, ഝ. തവർഗത്തിലാണെങ്കിൽ ഠ, ഢ. തവർഗത്തിലാണെങ്കിൽ ഥ, ധ. പവർഗത്തിലാണെങ്കിൽ ഫ, ഭ. ഈ അല്പപ്രാണനെ കുറിച്ചിട്ടും മഹാപ്രാണനെ കുറിച്ചിട്ടും വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഉച്ചരിക്കാൻ. കാരണം ഇതിൽ ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൽ വിജയ, വിമല, വന്ദ്യ, വന്ദാരു ജനവത്സല എന്നൊരു നാമമന്ത്രമുണ്ട്. അതിൽ വന്ദ്യ ചുണ്ട് ചേർത്ത് പല്ലുകൾ ചേർത്ത് ഉച്ചരിക്കേണ്ട ഒരു മന്ത്രമാണ് വന്ദ്യ. അല്പപ്രാണനാണ്. അവിടെ നമ്മൾ മഹാപ്രാണൻ ചേർത്ത് ഉച്ചരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഘോഷശബ്ദം ചേർത്ത് ഉച്ചരിക്കുകയാണെങ്കിൽ അർത്ഥം ലിറ്ററലി മാറിപ്പോവും. കേട്ടോളൂ. വിജയ, വിമല, വന്ധ്യ എങ്ങനെ ചൊല്ലുകയാണെങ്കിൽ ഈ അർത്ഥവ്യത്യാസം, വന്ധ്യ എന്നൊക്കെ പറയുകയാണെങ്കിൽ അമ്മയെ പറയുന്നത് കുട്ടികളില്ലാത്തവളെ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സർവ്വലോകൈക ജനനിയെ കുട്ടികളില്ലാത്തവളെ എന്ന് വിശേഷിപ്പിച്ചാൽ എന്തായാലും ആ മന്ത്രത്തിൻ്റെ തിരിച്ചടി ഉണ്ടാവില്ലേ? അപ്പം ഇവിടെ അതുകൊണ്ടാണ് വന്ധ്യ, വന്ദിക്കപ്പെടേണ്ടവൾ, അല്ലെങ്കിൽ അമ്മയെ വന്ദിക്കുന്നു, അല്ലെങ്കിൽ വന്ദിക്കപ്പെടേണ്ടവൾ എന്നുള്ള അർത്ഥമാണ് ഇവിടെ. അപ്പോൾ അല്പപ്രാണൻ ഉപയോഗിക്കേണ്ടിടത്ത് അല്പപ്രാണൻ തന്നെ ഉപയോഗിക്കണം. മഹാപ്രാണൻ ഉപയോഗിക്കേണ്ടിടത്ത് മഹാപ്രാണൻ തന്നെ ഉപയോഗിക്കണം. ഇനി മഹാപ്രാണൻ ഉപയോഗിക്കേണ്ടിടത്ത് അല്പപ്രാണൻ ഉപയോഗിച്ചാലുള്ള പ്രശ്നം ഞാനൊരു ഉദാഹരണം കൂടി പറയാം. കാമേശബദ്ധമാംഗല്യസൂത്രശോഭിത കന്ധര. ഈ മന്ത്രത്തിൽ കന്ധര, കന്ധരം എന്നാൽ കഴുത്ത് എന്നാണ് അർത്ഥം. ഇവിടെ മഹാപ്രാണൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടിരിക്കുന്നത്, ഉച്ചരിച്ചിട്ടുള്ളത്. അതായത് ഹ ചേർത്തുകൊണ്ട് കന്ധര. ഈ മന്ത്രം തന്നെ, ഈ അക്ഷരം തന്നെ, അല്ലെങ്കിൽ ഈ വാക്ക് തന്നെ കന്ധരം അല്പപ്രാണൻ ഉപയോഗിച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ അർത്ഥം മാറിപ്പോയി. ഇവിടെ കാമേശബദ്ധമാംഗല്യസൂത്രശോഭിത കന്ധര, അമ്മയുടെ കഴുത്തിൽ ശ്രീ പരമേശ്വരനാൽ ചാർത്തപ്പെട്ട കഴുത്തോടുകൂടിയവൾ, ആ അമ്മയ്ക്ക് നമസ്കാരം എന്നാണ് അർത്ഥമെങ്കിൽ ഇവിടെ കന്ധരം അല്പപ്രാണൻ ഉച്ചരിച്ചു കഴിഞ്ഞാൽ കന്ധരം എന്നാൽ ഗുഹ, പർവ്വതം, ഇഞ്ചി എന്നൊക്കെ ആയിപ്പോവും. അതായത് അമ്മയുടെ മംഗല്യസൂത്രം ഗുഹയിലാണെന്നോ പർവ്വതത്തിലാണെന്നോ ഇഞ്ചിൻ്റെ മുകളിലാണെന്നൊക്കെയുള്ള അർത്ഥം വരും. ഞാനൊരു തമാശ രൂപേണ പറഞ്ഞതാണെങ്കിൽ കൂടി ഇതിൻ്റെ ഒരു സീരിയസ്നെസ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത് എത്രയും അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൽ ഉടനീളം എഫ് എന്നൊരു ചിഹ്നം കാണാം.
പല ആളുകളും ചോദിച്ചിട്ടുണ്ട് അത് എന്താണ് എന്നുള്ള കാര്യം. അപ്പോൾ എനിക്ക് മുന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഗുരുക്കന്മാരോട് ചോദിച്ചു. അവർ പറഞ്ഞു തന്നത് ആ എഫ് എന്നുള്ള ചിഹ്നം ഒരു പ്രശ്ലേഷം എന്നാണ് അതിന് പറയുന്ന പേര്. ശരിക്കും ഒരു സ്തോത്രം രചിക്കുമ്പോൾ അതിന് വൃത്തഭംഗം വരാതിരിക്കാനായി, ഒരു വൃത്തത്തിൽ ഇത്ര അക്ഷരങ്ങൾ വേണമെന്നുള്ള നിർബന്ധമുണ്ട്. വൃത്തഭംഗം വരാതിരിക്കാനായി അവിടെ എഫ് എന്ന് ചേർക്കും. എഫ് അല്ല, അതിൻ്റെ പേര് പ്രശ്ലേഷം എന്നാണ്. അപ്പോൾ ആ പ്രശ്ലേഷം കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്, അത് അവിടെ ആ എന്നുള്ള അക്ഷരമാണ് ഉച്ചരിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ വൃത്തഭംഗം വരാതിരിക്കാനായിട്ട് ചേർക്കുന്ന ഒന്നാണെന്ന്. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. അഗ്രഗണ്യ എന്നുള്ള മന്ത്രം കഴിഞ്ഞ് എഫ് പോലുള്ള ആ പ്രശ്ലേഷം കാണാം. പിന്നെ ചിന്ത്യരൂപ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഉച്ചരിക്കേണ്ടത് അല്ലെങ്കിൽ ജപിക്കേണ്ടത് അഗ്രഗണ്യാ ചിന്ത്യരൂപ എന്ന് ജപിക്കണം. പല ആളുകളും ആ പ്രശ്ലേഷം കാണുമ്പോൾ അവിടെ നിർത്തി എന്നിട്ടാണ് ചൊല്ലിപ്പോകാറുള്ളത്. അങ്ങനെ ചൊല്ലരുത്. അഗ്രഗണ്യാ ചിന്ത്യരൂപ എന്ന് ചൊല്ലിപ്പോകണം. പിന്നെ ചില മന്ത്രങ്ങളുടെ ഇടയിൽ 2 പ്രശ്ലേഷം കാണാം. അതിൻ്റെ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ചിത്കല എന്ന മന്ത്രം കഴിഞ്ഞിട്ട് 2 പ്രശ്ലേഷം കാണാം. പിന്നെ നന്ദകലിക എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ജപിക്കുമ്പോൾ ചിത്കല ആനന്ദകലിക എന്ന് ചൊല്ലണം. ചിത്കല ആനന്ദകലിക. ആ 2 പ്രശ്ലേഷത്തിന് ആ എന്ന് നീട്ടണം. അപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ കവർ ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഒരു ഏകദേശ സംസ്കൃത അക്ഷരമാലയുടെ ഒരു രൂപം. ഇനി ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ, ഇതിനെ ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന മഹത് വ്യക്തികൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ല ശ്രദ്ധയോടും ഭക്തിയോടും ഭാവത്തോടും കൂടി വൃത്തിയോടും കൂടി ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രം ജപിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും അതിൻ്റെ ഫലം കിട്ടട്ടെ എന്നൊരു സദുദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. സംസരസ്വത്യൈ നമഃ.